PSC പുറത്തിറക്കിയ 2020 ജനുവരിയിലെ കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. ലോക കേരള സഭയുടെ 2ാം സമ്മേളനം നടന്നതെവിടെ? തിരുവനന്തപുരം. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവൻ ബിപിൻ റാവത്ത്. കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നത് 2020 ജനുവരി 1. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ഡോക്ടർ ജോൺ ജോസഫ്. മോൾഡോയിലെ നിക്കോളെ ടെസ്റ്റിമിറ്റാനു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മെഡിസിൻ ആൻഡ് ഫാർമസി വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രി KK ശൈലജ. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ തുടർച്ചയായി 2ാം തവണയും കിരീടം നേടിയത് കേരളം. അമേരിക്കൻ മിസൈലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ റിപ്പബ്ലിക് ഗാർഡിൻ്റെ കമാൻഡർ ഖാസിം സുലൈമാനി. പ്രശസ്ത ഇന്ത്യൻ ബൗളർ ഇർഫാൻ പത്താൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വർഷം 2020 ജനുവരി 4. 2020 ജനുവരി 5 അന്തരിച്ച കേരളത്തിൻ്റെ മുൻ ഗവർണർ TN ചതുർവേദി. 27ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം 1917. 27ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ നടൻ ജാക്വിൻ ഫിനിക്സ്. ചിത്രം ജോക്കർ. 2020 ജനുവരി 8 ഇറാനിൽ വച്ച് തകർന്ന യുക്രൈൻ യാത്രാ വിമാനം ബോയിങ് 737. 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് N പ്രഭാകരൻ. 2019 ഓടക്കുഴൽ അവാർഡിന് അർഹമായ കൃതി മായാമനുഷ്യർ. സുപ്രീം കോടതിയുടെ വിധിപ്രകാരം മരടിലെ 4 ഫ്ലാറ്റുകൾ പൊളിച്ചത് 2020 ജനുവരി 11-12. നിയന്ത്രിത സ്ഫോടനം വഴി മരടിലെ 4 ഫ്ലാറ്റുകൾ പൊളിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനങ്ങൾ എഡിഫസ്, വിജയ് സ്റ്റീൽസ്. തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന കപ്പലിൽ വിജയകരമായി ഇറക്കാൻ ഇന്ത്യ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ അറസ്റ്റ് ലാൻഡിംഗ്. ഒമാനിലെ ഭരണാധികാരിയായി 2020 ജനുവരിയിൽ അധികാരമേറ്റത് ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സയീദ്. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്താദ്യമായി നടപ്പാക്കാൻ തീരുമാനിച്ച തിരഞ്ഞെടുപ്പ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ്. വികലാംഗർക്കും 80 വയസ്സ് കഴിഞ്ഞവർക്കും ആദ്യമായി പോസ്റ്റൽ ബാലറ്റ് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. പൂനെയിലെ MIT സ്കൂൾ ഓഫ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ രാജ്യത്തെ മികച്ച നിയമസഭാ സ്പീക്കർക്കുള്ള പുരസ്കാരം ലഭിച്ചത് P ശ്രീരാമകൃഷ്ണൻ. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതി കവചം. രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ ട്രെയിൻ അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ്. ICC പ്ലെയർ ഓഫ് ദ ഇയർ 2019 പുരസ്കാരം ലഭിച്ചത് ബെൻ സ്റ്റോക്സ്. 2019 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡ് ലഭിച്ചത് പാറ്റ് കുമ്മിൻസ്.
റഷ്യൻ പ്രധാനമന്ത്രിയായി വ്ളാഡിമിർ പുടിൻ ശുപാർശ ചെയ്തതാരെ? മിഖായേൽ മിഷുസ്ത്. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത്? ഡോക്ടർ മൈക്കൽ ദേബബ്രത പത്ര. 2020 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയത്? NK പ്രേമചന്ദ്രൻ, നിലവിലെ കൊല്ലത്തെ MP. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച സംസ്ഥാനം? കേരളം. 2020 ജനുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം? കോബി ബ്രയാൻ. ഇന്ത്യൻ പൈതൃക സംസ്ഥാനങ്ങളുടെ പ്രദർശനമേളയായ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ ഡിജിറ്റൽ സ്പേസ് ഉദ്ഘാടനം ചെയ്തത്? പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, കേന്ദ്രമന്ത്രിയായ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. ഇന്ധന സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പരിപാടി? സക്ഷം. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPACയുടെ ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ? ബിപുൽ ബെഹാരി സാഹ. 5ാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് 2020 വേദിയായത്? ഗോവ. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് 2020 വേദിയായത്? ലഡാക്ക്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഡയറക്ടറായി നിയമിതനായത്? യുവരാജ് മാലിക്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം? 84. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം 1ാം സ്ഥാനത്തുള്ള പാസ്പോർട്ട്? ജപ്പാൻ. 19ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിന് 2020 വേദിയായ രാജ്യം? ഇന്ത്യ. 29ാമത് സരസ്വതി സമ്മാൻ 2020 ലഭിച്ച സാഹിത്യകാരൻ? വാസ്ദേവ് മോഹി. 29ാമത് സരസ്വതി സമ്മാൻ 2020 അർഹമായ ചെറുകഥാ സമാഹാരം? ചെക്ക് ബുക്ക്. അണ്ടർ 19 ICC ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത്? ദക്ഷിണാഫ്രിക്ക. റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന വ്യോമ പ്രതിരോധ സംവിധാനം? S-400. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണറായത്? ഡോക്ടർ വിവേക് ജോഷി. ദേശീയ ദുരന്ത നിവാരണ സേന 15ാമത് വാർഷികം ആഘോഷിച്ച ദിനം? 2020 ജനുവരി 18. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി? അർജുൻ മുണ്ടെ. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 50ാം വാർഷിക സമ്മേളനത്തിന് വേദിയായത്? ഡാവോസ്.
വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 50-ാം വാർഷിക സമ്മേളനത്തിൻ്റെ സന്ദേശം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ എ കൊഹസീവ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. ഇന്ത്യയുടെ 71-ാം റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ജെഎം ബോൽസോനാരോ. ബ്രസീൽ പ്രസിഡന്റായ ജെഎം ബോൽസോനാരോ. സ്കൂളുകളിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൻ്റെ പ്രസിഡന്റ് വി.കെ. മൽഹോത്ര. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് സ്പോർട്സിൽ ഉൾപ്പെട്ട പുതിയ താരങ്ങൾ യോഗേശ്വർ ദത്ത്, ദീപ മാലിക്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഗംഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ഗംഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ISRO നിർമ്മിച്ച റോബോട്ട് വ്യോമമിത്ര. ദ ഫോറം ഓഫ് ദ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ബോഡീസ് ഓഫ് സൗത്ത് ഏഷ്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ അറോറ. 2020 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ സന്ദേശം. ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് ഭോപ്പാൽ. പച്ചക്കറി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കൊറോണ വൈറസിൻ്റെ ഉത്ഭവം ഉണ്ടായതായി കരുതപ്പെടുന്ന ചൈനീസ് നഗരം വുഹാൻ. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ച ജില്ല കോട്ടയം. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ എന്ന വനിതയുടെ ജീവിതകഥ പ്രമേയമാക്കിയ സിനിമ ചാപ്പക്. ചാപ്പക് സിനിമയിൽ ലക്ഷ്മി അഗർവാളിൻ്റെ വേഷമിട്ട നടി ദീപിക പദുക്കോൺ. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി മുണ്ടൂർ. 2020 പത്മഭൂഷൺ നേടിയ മലയാളി ആത്മീയാചാര്യൻ എം മുംതാസ് അലി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് 2020 പത്മശ്രീ നേടിയ മലയാളി KS മണിലാൽ.